عليك يا سيدنا يا سيد المرسلين صلى الله عليه وسلم خذ بأيدينا قلت هيلتنا أدركنا. ബഹുമാനികളെ, മയ്യത്തിൻ്റെ സൗഅത്തൈനി വിസർജന ദ്വാരങ്ങൾ അത് ഇടത് കൈകൊണ്ട്, കുളിപ്പിക്കുന്ന ആളുടെ ഇടത് കൈകൊണ്ട് വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ അതിനൊരു ശീലകഷ്ണം വേണം. ഗ്ലൗസിനേക്കാൾ നല്ലത് ശീലകഷ്ണം തന്നെയാണ്. ഗ്ലൗസ് അത്ര വൃത്തിയായി കിട്ടൂല. നല്ല ഉരത്തിൽ നല്ല ഉഷാറായിട്ട് ഉരച്ച് വൃത്തിയായി കൊടുക്കണം. മലമൂത്ര വിസർജനത്തിൻ്റെ ദ്വാരങ്ങൾ അതിനൊരു ശീലകഷ്ണം വേണം. പിന്നെ ഇടത് കൈയിൻ്റെ ചൂണ്ടാൻ വിരലുമ്മലാണ് ശീല ചുറ്റേണ്ടത്. അപ്പോൾ അസ്നാനഹു മയ്യത്തിൻ്റെ പല്ല് തേച്ച് കൊടുക്കണം, സുന്നത്തായ പല്ല് തേക്കൽ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ 2 ശീലകഷ്ണം. പിന്നെ വേറെ ചെറിയ ശീലകഷ്ണം എടുക്കണം. അതെന്തിനാ? വബി ഹിൻസുരിഹ, അത് കുളിപ്പിക്കുന്ന ആളെ കയ്യിൻ്റെ ഇടത്തെ കയ്യിൻ്റെ ചെറിയ വിരലുമ ചുറ്റിയിട്ട് മൻഹിറൈഹി മയ്യത്തിൻ്റെ 2 മൂക്കിൻ്റെ ദ്വാരങ്ങളിലേക്കിട്ട് ഇങ്ങനെ ഷാറായിട്ട് ചുരറ്റും. വെള്ളത്തിൽ നനച്ച് ആ മൂക്കിൻ്റെ ഉള്ളിലേക്കിട്ട് അത് നല്ല വൃത്തിയാക്കി തുടച്ചെടുത്ത് മൂക്ക് വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ 3 ശീലകഷ്ണം ഒക്കെ മുറിച്ച് റെഡിയാക്കി വെക്കണം, നല്ലതാണ്. പിന്നെ വബി ഔദിൽ ലയ്യിനി, വളരെ നേർമയായ കോലുകൾ, അത് മാതഹ്ത അൽഫാരിഹി മയ്യത്തിൻ്റെ നഖത്തിൻ്റെ താഴ്ഭാഗത്തുള്ള ചളികളൊക്കെ തോണ്ടിയെടുക്കാനാണ്. അതെല്ലാം കഴിഞ്ഞു. ഇനി ഉളുപ്പിക്കാൻ പോവാണ്. സുമ്മ യുവള്ളിഉഹു, പിന്നെ മയ്യത്തിന് ഉളു ചെയ്ത് കൊടുക്കണം. ഉളു ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ പറയുന്നത് കൽ ഹയ്യീന, ജീവനുള്ള ആൾ ഉളു ചെയ്യും പ്രകാരം ഉളു ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ എങ്ങനെ ഉളു ഉണ്ടാക്കുന്നത്? നമ്മൾ ഉളുവിൽ കുറേ കുറവുകളുണ്ടല്ലോ, ആ കുറവുകളൊന്നും പാടില്ല. എല്ലാ സുന്നത്തുകളും ഉപയോഗിച്ച് ഉളുവിൻ്റെ സുന്നത്ത് ധാരാളം പറയുന്നുണ്ട്. ബിമൗമള, വായുവെള്ളം കുപ്പിക്കണം, അത് മയ്യത്തിനും വേണം. എന്നാൽ വായിക്കാൻ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, അത് ഇങ്ങനെ ജീവലാണ്ട് കിടക്കുകയല്ലേ. അപ്പോൾ ഇത്തിരി അതിൻ്റെ ഒരു പേരിന് മാത്രം കുപ്പിക്കാരന്മാർ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. മെല്ലായിട്ട് തല കുറച്ചിങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് വായുവെള്ളം കുപ്പിക്കുക എന്നുള്ള സുന്നത്തിന് ഒന്നിങ്ങനെ എല്ലാം തോണ്ടി കൊടുത്താൽ മതി. അപ്പോൾ ആ സുന്നത്തായി. പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റില്ല, ഇസ്തിൻഷാക്ക. അപ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുള്ള മൂക്കിക്ക് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഇങ്ങനെ ആക്കി എല്ലാം തോണ്ടി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ സുന്നത്തും കിട്ടി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ, അവിടെ നീയത്ത് നിർബന്ധം എന്ന് പറഞ്ഞത് വല അബുദ്ദ ഫിൽ ഉളൂഇ മിൻ നീയത്തി സുന്നത്തിൽ ഓസലി, അത് നിർബന്ധം. കുളിക്ക് നീയത്ത് വെക്കൽ സുന്നത്തുള്ളൂ കേട്ടോ. മയ്യത്ത് കുളിപ്പിക്കൽ നിർബന്ധം, നീയത്ത് സുന്നത്ത്. ഉളൂ ചെയ്തു കൊടുക്കൽ സുന്നത്ത്, നീയത്ത് നിർബന്ധം. അതങ്ങനെ ഉണ്ട്. നീയത്ത് നിർബന്ധം. എന്താ നീയത്ത് വെക്കുക? മയ്യത്ത് കുളിയുടെ സുന്നത്തായ ഉളൂ കർമ്മം ഞാൻ ചെയ്തു കൊടുക്കുന്നു. മയ്യത്ത് കുളിൻ്റെ സുന്നത്തായ ഉളൂ ഞാൻ ചെയ്തു കൊടുക്കുന്നു മയ്യത്തിന് വേണ്ടിയിട്ട്. ആ നീയത്ത് വെക്കൽ നിർബന്ധമാണ്. ഉളൂ ചെയ്തു കൊടുക്കൽ സുന്നത്താണ്. കുളി നിർബന്ധമാണ്, കുളിൻ്റെ നീയത്ത് സുന്നത്താണ്. അങ്ങനെ ഉളൂ ചെയ്ത് സാധാ പോലെ ഉളൂ ചെയ്ത് കൊടുക്കുക. എല്ലാം കഴിഞ്ഞ് ഉളുവിൻ്റെ എല്ലാ അവയവങ്ങളും കഴുകി ഉഷാറാക്കി ഇനി കുളിപ്പിക്കാൻ തുടങ്ങാം. നാളെ കുളിപ്പിച്ചാൽ പോരെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ശരിക്കും എന്താണ്, ഇത്തരം ഭാഗങ്ങളൊക്കെ ശരിക്കും പഠിച്ച് ചെയ്യാൻ നോക്കണം. ഈ പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടോ. ശീലകഷ്ണം കുറച്ച് പഴയ പിന്നെ ഡബിൾ തുണിയൊക്കെ ഉണ്ടാവും, ഒക്കെ പോയി മുറിച്ച് കത്തിരിയോടെ മുറിച്ച് പാകപ്പെടുത്തി ഇങ്ങനെ വെക്കുക. നല്ലതാണ്. ഏത് സമയത്തും ഇത് ഉപകരിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് കീറ കണക്ഷത്തിന് വേണ്ടി ഓടാൻ നിൽക്കണ്ട. ഇതുപോലെ മൗലിദിന് ചെന്നപ്പോൾ സബീനൊക്കെ ഓടുക,
മൗലിദിൽ എന്നപ്പോൾ സബീനക്ക് ഓടാണ്. എവിടേക്കാ പോയത്? സബീനെ കാണാനില്ല. ആ ബോധമൊന്നുമില്ലേ, ഒഫലത്താണ്, അശ്രദ്ധയാണല്ലോ. അപ്പം എല്ലാം സജ്ജമാക്കി വെക്കുന്നത് നല്ലതാ. ആ തൃപ്പഞ്ചിയിലുണ്ടായിരുന്നു രാജീരാക്ക, എല്ലാം റെഡിയാക്കി വെച്ച് മരിച്ചാ നേരത്ത് അയാൾ അദ്ദേഹത്തിൻ്റെ മക്കളോട് പറഞ്ഞ കട്ടില പുറത്ത് കൊണ്ട് ഡൈനിങ് ഹാളിലിടാൻ ഉളൂ ചെയ്ത് എന്തൊരു മട്ടത്തിന് മൂപ്പരാണ് നേരെ പോയി കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മക്കളെ മുമ്പെന്ന് കണ്ണടച്ചു. ഈമാനുള്ള മൗത്ത്. ജീവിതം അങ്ങനെയായിരുന്നു. ജീവിതത്തിൻ്റെ തോതനുസരിച്ചാണ് ആ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തോന്നുക. ജീവിതം നേരെ ക്രമക്കേട് കൊണ്ടാണോ ഉള്ളതെങ്കിൽ എവിടുന്ന അങ്ങനത്തെ തോന്നലൊക്കെ ഉണ്ടാവുന്നത്? ഒരിക്കലും സാധിക്കൂല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയുസ് നൽകിയ ഈ ആയുസ്സിൽ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകളൊക്കെ ജീവിതത്തിൻ്റെ മാർഗമായി സ്വീകരിച്ച് ഉളൂവൊക്കെ ചെയ്യുമ്പോൾ എത്രങ്ങാനും സുന്നത്തുകളുള്ളതറിയോ? അതൊക്കെ ചെയ്ത് ഈ ഉളൂ കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥന ഉണ്ടല്ലോ, അത് പറയാൻ മറന്നതാ. ഉളൂ മയ്യത്തിൻ്റെ ഉളൂ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ദുആ ചെയ്യുമല്ലോ, ആ ദുആ അവിടെയും സുന്നത്തുണ്ട്. മയ്യത്തിൻ്റെ ഉളൂ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പടിഞ്ഞാറ് ഖിബിലയിലേക്ക് മുന്നിട്ടിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി എന്നുള്ളടത്ത് എന്ത് ചെയ്യുക? അല്ലാഹുമ്മ ജഅൽഹു അല്ലെങ്കിൽ അല്ലാഹുമ്മ ജഅൽനി വ ഇയ്യാഹു മിനത്ത് തവ്വാബീന വജഅൽനി വ ഇയ്യാഹു മിനൽ മുതതഹിരീന വജഅൽനി വ ഇയ്യാഹു മിൻ ഇബാദിക സ്വാലിഹീൻ. ആ ദുആഉം ചെയ്ത് വേണം കുളിയിലേക്ക് കടക്കാൻ എന്ന് മാത്രം പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി ഇനി കുളി തുടങ്ങാൻ പോവാണ്. അതിൻ്റേതായ കർമ്മങ്ങളൊക്കെ പറയാനും കേൾക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ രോഗികൾക്കും പടച്ചോനെ, പ്രത്യേകിച്ച് കുഞ്ഞാപ്പ ഹാജി ഒരേ കടത്തം കിടക്കുകയാണ്. അല്ലാഹുവേ നീ കാണണേ അല്ലാഹ്, നീ സഹായിക്കണേ അല്ലാഹ്, അജിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്, ഖൈറ് കൊണ്ട് വിധിക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് ഇന്നലെ വരെ സഹായിച്ച ഈ നിമിഷവും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. തുടക്കം മുതൽ ഒടുക്കം ഈ നിമിഷം വരെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്ന, സഹായിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും സ്വതക്കകൾ കൊണ്ട് അവർക്ക് വരുന്ന ആപത്തുകളെ നീ തടുത്തു നിർത്തണേ അല്ലാഹ്. അവർക്ക് വരുന്ന അപകടങ്ങളെ നീ തടയണേ അല്ലാഹ്. അവരുടെ വരുമാനങ്ങളിൽ ഒരുപാട് ബറക്കാത്തുകൾ നിറക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അതിൻ്റെ പണി പെട്ടെന്ന് ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണേ അല്ലാഹ്. നീ എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ റബ്ബേ. വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. അതിനു വേണ്ടി പരിശ്രമിക്കുന്ന, നാവുകൊണ്ട് പറയുന്ന, കൈകൊണ്ട് എഴുതുന്ന, അതിലേക്ക് കാലുകൊണ്ട് നടന്ന് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെ തടിക്കും നീ കാവലാകണേ അല്ലാഹ്. നീ കാവലാകണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. രോഗികൾക്കൊക്കെ അജിലായ ശിഫ നൽകണേ അല്ലാഹ്. കടബാധ്യതകളുള്ളവർക്ക് നീ വീട്ടാനുള്ള മാർഗം കാണിക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ റബ്ബെ, ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്ത ഒരാളെയും നരകത്തിൽ കടത്തല്ല റഹ്മാനെ. ഞങ്ങൾ തീരുമാനിച്ചു വെച്ച ഓരോ പദ്ധതികളുണ്ട്, കല്യാണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ, അവർക്ക് നീ മുറ പോലെ ഭംഗിയായി നടത്തിത്തരണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ, ഞങ്ങളുമായി ബന്ധമുള്ളവരുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി ഉൾപ്പെടുത്തണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل